بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ഹജറുൽ അസ്വദ് കൊണ്ട് തബറുക്ക് എടുക്കുന്നതിന് ഹുക്കം എന്താണ്? ജൈസാണോ? ജായിസല്ല. ഹജറുൽ അസ്വദ് കൊണ്ട് തബറുക്ക് എടുക്കുന്നത് ജായിസല്ല, ഹറാമാണ്. അപ്പോൾ ഹജറുൽ അസ്വദിനെ മുത്തുന്നതും അതിനെ തടവുന്നതും എന്തിൽപ്പെട്ടതാണ്? ഇബാദ, അള്ളാഹുവിനോടുള്ള ഇബാദത്താണ്. قال رحمه الله عن أبي واقد الليثي رضي الله عنه قال: خرجنا مع رسول الله صلى الله عليه وسلم إلى حنين ونحن حدثاء عهد بكفر، وللمشركين سدرة يعكفون عندها وينوطون بها أسلحتهم يقال لها ذات أنواط، فمررنا بسدرة فقلنا يا رسول الله اجعل لنا ذات أنواط كما لهم ذات أنواط، فقال رسول الله صلى الله عليه وسلم: الله أكبر إنها السنن. قلتم والذي نفسي بيده كما قالت بنو إسرائيل لموسى اجعل لنا إلها كما لهم آلهة، قال إنكم قوم تجهلون لتركبن سنن من كان قبلكم، رواه الترمذي وصححه. ഈ ബാബിലെ തെളിവായി പറയുന്ന ഹദീസാണ് ഹദീസ് അബീ വാഖിദിൻ ലൈസി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പേര് അൽ ഹാരിസ് ഇബ്നു മാലിക്. അൽ ഹാരിസ് ഇബ്നു മാലിക്. അതിന് ഖിലാഫുണ്ട്, വേറെ പേരാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതിൽ മഷഹൂറായിട്ടുള്ളത് അൽ ഹാരിസ് ഇബ്നു മാലിക് അബൂ വാഖിദ് അൽ-ലൈസി. أنه قال: خرجنا مع رسول الله صلى الله عليه وسلم إلى حنين. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹുനൈനിലേക്ക് പുറപ്പെട്ടു. ഹുനൈൻ എന്ന് പറയുന്നത് താഴ്വരയാണ്. താഴ്വരയുടെ പേരാണ്. ഇസ്മുവാദിൻ ബൈന മക്ക വത്തായിഫ്. മക്കയ്ക്കും തായിഫിനും ഇടയിലുള്ള ഒരു താഴ്വരയാണ് ഹുനൈൻ. ഇപ്പോൾ ഹുനൈൻ യുദ്ധം അത് നടക്കുന്നത് ഹിജ്റ 8-ാം വർഷത്തിലാണ്. ഹിജ്റ 8-ലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്ക വിജയം നൽകിയതിനു ശേഷം, ഖുറൈശികൾക്കെതിരെ അല്ലാഹു തആല അവരെ സഹായിച്ചതിനു ശേഷം, ഹവാസിൻ ഗോത്രങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കുമെന്ന് ഭയപ്പെട്ടു. അങ്ങനെ അതിനു മുമ്പായിക്കൊണ്ട്, അവരാക്രമിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അവരെ ആക്രമിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറെടുത്തു. ഹവാസിൻ ഗോത്രങ്ങൾ ഹുനൈനിൽ വെച്ച്. ഇപ്പോൾ മക്കയ്ക്കും ത്വായിഫിനും ഇടയിലുള്ള ഈ താഴ്വര വെച്ചാണ് ഹുനൈൻ യുദ്ധം നടന്നിട്ടുള്ളത്. അന്ന് മുസ്ലിമീങ്ങളുടെ എണ്ണം ഏകദേശം 12,000-ഓളമാണ്. മദീനയിൽ നിന്ന് വന്നിട്ടുള്ള 10,000-ഓളം സഹാബികളും മക്കയിൽ നിന്ന് അവരുടെ കൂടെ ചേർന്ന് 2,000-ഓളം പേരും. അങ്ങനെ വലിയൊരു സംഘബലത്തോടുകൂടി അവർ ഹുനൈനിലേക്ക് പുറപ്പെട്ടു. ഒരിക്കലും അതിനെ അതിജയിക്കാൻ ശത്രുക്കൾക്ക് സാധിക്കുകയില്ല എന്നവർ വിചാരിച്ചു. അങ്ങനെ അവരുടെ സംഘബലത്തിൽ അവർ അത്ഭുതം കൂറി, അതിൽ ആശ്ചര്യപ്പെട്ടു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമാണ് സഹായം ലഭിക്കുക, അവനിൽ നിന്ന് മാത്രമാണ് സഹായം, നേരെ മറിച്ച് സംഘബലത്തിലോ അല്ലെങ്കിൽ എണ്ണക്കൂടുതലിലോ അല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വ്യക്തമാക്കി കൊടുത്തു. قال تعالى: لقد نصركم الله في مواطن كثيرة ويوم حنين إذا أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين.
സൂറത്ത് തൗബയിലെ ആയത്ത്. അപ്പോൾ അവർ ഹുനൈനിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹുനൈനിലേക്ക് പുറപ്പെട്ടു. വനഹ്നു ഹുദസാഉ അഹ്ദിൻ ബികുഫർ. അദ്ദേഹം പറയുകയാണ്, ഞങ്ങളെ അടുത്തായിക്കൊണ്ട്, കുഫറിൽ നിന്ന് അടുത്തായിക്കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു, പുതുതായിക്കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു ഞങ്ങൾ. വലിൽ മുശ്രിക്കീന സിദ്റത്തുൻ യഅകുഫൂന ഇൻദഹ വയനൂതൂന ബിഹാ അസ്ലിഹതഹും. അയ്യനൂതൂൻ അയ്യുഅല്ലിഖൂൻ. ഇപ്പോൾ കാഫിരീങ്ങൾക്ക്, മുശ്രിക്കീങ്ങൾക്ക് അവരുടെ വാളുകൾ തൂക്കിയിടാനൊരു മരമുണ്ടായിരുന്നു. ബറക്കത്തിനു വേണ്ടി ആ മരത്തിൽ അവർ വാളുകൾ തൂക്കിയിട്ടിരുന്നു. സിദ്റയുടെ മരം. ആ മരത്തിലാണ് കാഫിരീങ്ങൾ അവരുടെ വാളുകൾ, മുശ്രിക്കീങ്ങൾ എന്തിനു വേണ്ടി തൂക്കിയിരുന്നത്? ബറക്കത്തിനു വേണ്ടി. യുഖാലു ലഹ ദാതു അൻവാത്ത്. ദാതു അൻവാത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഒരു മരം, അതിനവർ വിളിക്കുന്നത് ദാതു അൻവാത്ത് എന്നാണ്. സിദ്റയുടെ മരം. ഫമറർനാ ബിസിദ്റ. അങ്ങനെ ഒരു സിദ്റയുടെ സമീപം ഞങ്ങൾ കടന്നുപോയി, സമീപത്തോടു കൂടി കടന്നുപോയി. ഫഖുൽന, ഞങ്ങൾ റസൂലുള്ളാഹിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. മുശ്രിക്കീങ്ങൾക്ക് അവരുടെ വാളുകൾ തൂക്കിയിട്ട് ബറക്കത്തെടുക്കാൻ ഒരു മരമുള്ളതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ ആയുധങ്ങൾ തൂക്കിയിട്ട് ബറക്കത്തെടുക്കാൻ ഒരു മരം ഞങ്ങൾക്കും നിശ്ചയിച്ചു തരണം എന്ന് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അക്ബർ ഇന്നഹ സുനൻ. ഇജാബിന്റെ സന്ദർഭത്തിൽ, തഅജ്ജുബിന്റെ സന്ദർഭത്തിൽ പറയുന്ന ഒന്നാണ് അല്ലാഹു അക്ബർ എന്ന് പറയാം, അതുപോലെ സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. അത്ഭുതം കൂറുന്ന സന്ദർഭത്തിൽ, അതില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ ഇൻകാർ ചെയ്യുന്ന സന്ദർഭത്തിൽ, അതിനെ എതിർക്കുന്ന സന്ദർഭത്തിൽ പറയാം സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ അല്ലാഹു അക്ബർ. ഖാല ഇന്നഹ സുനൻ, ഇന്നഹ സുനൻ ഐ തുറുഖ്. ഇന്നഹ തുറുഖ്, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ത്വരീഖ എന്നാണ് അർത്ഥം. സുന്നത്തിന്റെ ജമാഅണ് സുനൻ, തുറുഖ് എന്നർത്ഥം. ഇത് ഒരു സുനനാണ്, ഒരു തുറുഖാണ്, ഒരു പാതയാണ്. ഖുൽതും വല്ലദീ നഫ്സി ബിയദിഹി. ഖുൽതും, നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കൈകളിലാണോ അവൻ തന്നെയാണ് സത്യം, അല്ലാഹു ആണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ സത്യം ചെയ്തുകൊണ്ട് പറയാം. അത് ആവശ്യപ്പെടാതെ തന്നെ അള്ളാഹുവിൽ സത്യം ചെയ്യുക എന്നുള്ളത് ജായിസാണ്, ഇജ്മാവോടുകൂടി ജായിസാണ്. പണ്ഡിതന്മാരുടെ ആ കാര്യത്തിൽ ഇജ്മാവുണ്ട്. ഒരു വ്യക്തിയോട് ഹലിഫ് ചെയ്യാൻ ആവശ്യപ്പെടാതെ തന്നെ, അല്ലാഹുവിൽ സത്യം ചെയ്യാൻ ആവശ്യപ്പെടാതെ തന്നെ ആ വ്യക്തിക്ക് അത് പറയാവുന്നതാണ്. ജവാസുൽ ഹലിഫ് മിൻ ഗൈരി ഇസ്തിഹ്ലാഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 3 സന്ദർഭങ്ങളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹലിഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന് സൂറത്ത് യൂനുസിലെ 53-ാമത്തെ ആയത്ത്, വയസ്തംബിഊനക അഹഖുൻ ഹുവ ഖുൽ ഈ വറബ്ബി ഇന്നഹു ലഹഖുൻ. വയസ്തംബിഊനക അഹഖുൻ ഹുവ ഖുൽ ഈ വറബ്ബി, ഈ എന്ന് പറഞ്ഞാൽ നഅം, ഖുൽ ഈ വറബ്ബി സൂറത്ത് യൂനുസിൽ. മറ്റൊന്ന് സൂറത്ത് തഗാബുൻ, സഅമ അല്ലദീന കഫറു അല്ലൻ യുബ്അസു ഖുൽ ബലാ വറബ്ബി ലതുബ്അസുന്ന ഖുൽ ബലാ വറബ്ബി ലതുബ്അസുന്ന. അതായത് വറബ്ബി അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യലാണ്. 3-ാമത്തെ സൂറത്ത് സബയിലാണ്, സൂറത്തു സബ. വഖാല അല്ലദീന കഫറു ലാ തഅതീന അസ്സാഅ ഖുൽ ബലാ വറബ്ബി ഖുൽ ബലാ വറബ്ബി ലതഅതിയന്നകും. ഇപ്പോൾ ഖുർആനിൽ ഈ 3 സന്ദർഭങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹലിഫ് ചെയ്തുകൊണ്ട് പറയാൻ, അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് പറയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. അപ്പം അത് ആവശ്യപ്പെടാതെ തന്നെ പറയൽ ജായിസാണ്. ഒരു വ്യക്തിയോട് അത് ആവശ്യപ്പെടാതെ അള്ളാഹു സത്യം ചെയ്ത് പറയാന്നുള്ള ജായിസാണ്. എന്താണ് അതിന് തെളിവ്?
ഹാദൽ ഹദീസ്, ഈ ഹദീസ് തന്നെ തെളിവ്. طيب قلت والذي نفسي بيده كما قالت بنو إسرائيل لموسى. നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ളത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന്റെ കൗമായിട്ടുള്ള ബനു ഇസ്രായേൽ പറഞ്ഞതുപോലെയാണ്. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അവർക്ക് ഇലാഹുകളുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തരണമെന്ന് ബനു ഇസ്രായേലുകാര് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞതുപോലെയാണ് നിങ്ങൾ ഈ പറഞ്ഞത്. ഖാല ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ. തീർച്ചയായും നിങ്ങൾ ജാഹിലീങ്ങളായിട്ടുള്ള ഒരു ഖൗമ് തന്നെയാണെന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു. ലതർകബുന്ന സുനന മൻ കാന ഖബ്ലക്കും. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ മുൻപുള്ള സമുദായങ്ങളുടെ സുന്നത്തുകളെ, മാർഗങ്ങളെ, ത്വരീഖുകളെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ലതർകബുന്ന സുനന മൻ കാന ഖബ്ലക്കും. അവിടെ യഹൂദി നസാറാക്കളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം, ലാ യജൂസു തബറുക് ബിഅയ്യി ഷൈഇൻ, ലാ യജൂസു അത്തബറുക് ബിഅയ്യി ഷൈഇൻ ഇല്ലാ അൻ നതബറക ബിമാ നസ്സ അലൈഹി ദലീൽ. ഏത് കാര്യത്തിലാണോ ദലീൽ വന്നിട്ടുള്ളത് അതുകൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും തബറുക് എടുക്കാൻ പാടില്ല. രണ്ടാമത്തത് അന്നഹു യുതബറക അല്ലദീ നസ്സ അലൈഹി അന്ന ഫീഹി ബറക ബിമാ സബത ബിഹി നസ് കൈഫ നതബറകു ബിഹി. ഇപ്പൊ ബറക്കത്തുള്ളതാണെന്ന് ഹദീസിൽ വന്നിട്ടുള്ള വസ്തുക്കളെ കൊണ്ട് ബറക്കത്തെടുക്കാം. എങ്ങനെ ബറക്കത്തെടുക്കണം? എങ്ങനെയാണോ ബറക്കത്ത് എടുക്കപ്പെടുന്നത് സ്ഥിരപ്പെട്ടത് അതുപോലെ. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുടി, ആ മുടി കൊണ്ട് സ്വഹാബികൾ ബറക്കത്തെടുത്തതുപോലെ ബറക്കത്തെടുക്കാം. നമ്മൾ ആരെങ്കിലും ഒരാളുടെ കൈകളിൽ റസൂലുള്ളാഹി ഒരു മുടി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ സ്വഹാബികൾ അതുകൊണ്ട് ബറക്കത്തെടുത്ത് അതുപോലെ ബറക്കത്തെടുക്കാം. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ സമീപമുള്ള കുബ്ബ കൊണ്ടോ, പച്ച കുബ്ബ കൊണ്ടോ ബറക്കത്തെടുക്കാൻ പാടില്ല. അത് ഹറാമാണ്. സൂഫികളും അതുപോലെ തന്നെ റാഫിദികളും ഖുബൂരികളൊക്കെ ചെയ്യുന്നതാണ്. ഈ ഒരു ബാബിൽ ഏറ്റവും കൂടുതൽ ഇതിനോട് എതിരായിട്ടുള്ള വിഭാഗങ്ങളാണ് റാഫിദകളും സൂഫികളും. വതറാഹുഹും റഅസു ശിർക്ക്, ശിർക്കിന്റെ തല എന്ന് പറയുന്നത് ആ വിഭാഗങ്ങളാണ്, അസ്സൂഫിയ വറാഫിദ. അപ്പൊ ഈ ബാബില് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല ഉദ്ദേശിച്ചുള്ള കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടല്ലാതെ അല്ലെങ്കിൽ മൻ തബറക ബിശജറത്തിൻ ഔ ഹജറിൻ ഫഅന്നഹു മുശ്രിക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്താക്കിയിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കല്ലിനെ കൊണ്ടോ മരത്തെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളെ കൊണ്ടോ ബറക്കത്തെടുക്കൽ ശിർക്കാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്താക്കിയിട്ടുള്ള വസ്തുക്കളെ കൊണ്ട് ബറക്കത്തെടുക്കാം. എങ്ങനെയാണോ സഹാബത്ത് ബറക്കത്തെടുത്തത് അതുപോലെ, എങ്ങനെയാണോ സഹാബികൾ ബറക്കത്തെടുത്തത് അതുപോലെ. അപ്പൊ ബറക്കത്ത് എന്നുള്ളത് എന്താണ്? ആരിൽ നിന്നുള്ളതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന്. അൽ ബറക്കത്തു മിനല്ലാഹ്. ഇപ്പൊ ഒരു വസ്തു അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്താക്കി, അതിന്റെ ദാത്തോടു കൂടി അത് ബറക്കത്തുണ്ട്, അതിന് ബറക്കത്ത് നൽകാൻ സാധിക്കുമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ മുശ്രിക്കാണ്. അതിന്റെ അസ്തിത്വത്തിൽ തന്നെ അതിന് സ്വന്തമായിക്കൊണ്ട് ഉപകാരമോ ഉപദ്രവമോ അല്ലെങ്കിൽ ബറക്കത്തോ നൽകാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കാണ്. طيب إلهنا سبحانك وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد.